അല്ല എന്തിനാ ഇവിടെ വന്നു എന്നെ വിളിച്ച് എന്തെങ്കിലും വാങ്ങിക്കാൻ വന്നാണോ? ചേടാ എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ടല്ലോ. ഈ പൊരു വിലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സുഖമായിട്ട് വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? ഹലോ എടോ, ഞാൻ ഇയാളോട് സംസാരിക്കുന്നത്. താനെന്താടോ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? അയ്യോ എന്ത് പറ്റിയാവോ? എന്തേലും കുഴപ്പം പറ്റിയോ? നിധി ഇയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? അതാണോ തന്നെ അപ്സെറ്റ് ആയിരിക്കുന്നത്? ഞാൻ അപ്സെറ്റ് ആയിരിക്കുന്നത് എന്റെ വീട്ടുകാർ കാരണമല്ല, നിങ്ങൾ കാരണം. ഞാൻ എന്ത് ചെയ്തു? എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? നുണയോ? അയ്യോ ഏത് നുണയെ പറ്റിയാണോ എന്തോ ചോദിക്കുന്നത്? ഏത് നുണയാ നിധി? ഓഹോ, അപ്പൊ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായല്ലേ? ഇല്ല ഒരിക്കലും ഇല്ല. ഏതോ ഇതുവരെ ഞാൻ ഇയാളോട് നുണ പറഞ്ഞാൽ എന്റെ ഓർമ്മയിലേ ഇല്ല. ഈ പറഞ്ഞതുപോലെ നുണയോ? എല്ലാം പച്ചക്കള്ളോ? ഇങ്ങനെ നുണ പറയാൻ ഒരു നാണക്കേടും തോന്നില്ലേ? നിധി എടോ, ഇത്രമാത്രം ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് നുണയാ പറഞ്ഞെന്ന് പറ. അത് കേട്ടാലല്ലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങളുടെ ചേട്ടൻ സൂപ്പർവൈസർ ആണോ? ഓ, അപ്പൊ അതാണ് കണ്ടുപിടിച്ചത്. എന്ത് പറയും? ഉത്തരം പറയാൻ. അതിപ്പോ ഈ സൂപ്പർവൈസർ എന്ന് പറയുമ്പോ വർക്കൊക്കെ ഇങ്ങനെ മുമ്പ് വീട്ടിൽ വെച്ച് പറഞ്ഞതേ ആർക്കിടെക്ടനായിരുന്നു. തിരുവനന്തപുരത്തെ വലിയ വലിയ കെട്ടിടങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ ചേട്ടനേതാണെന്നും പറഞ്ഞിരുന്നു. ആണോ? അങ്ങനെ പറഞ്ഞായിരുന്നോ? അത് ഞാൻ കണ്ടുപിടിക്കും തോന്നിയപ്പോ നിങ്ങളത് വിദഗ്ധമായിട്ട് സൂപ്പർവൈസർ ആക്കി. ഇപ്പൊ അതും പൊളിഞ്ഞു. അല്ല നിധി, ഈ സുഭാഷ് ചേട്ടൻ സൂപ്പർവൈസിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ വരുന്ന ബംഗാളികളൊക്കെ അല്ലേ, അതൊക്കെ പുള്ളിക്കാരന്റെ കീഴിലെ ആൾക്കാരാ. ഓഹോ, അപ്പൊ മേസ്ത്രിയാണെന്ന് ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയതാവും അല്ലേ? നിങ്ങളുടെ ചേട്ടന്റെ റെക്കമെൻഡേഷൻ ആണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലേ ഒരു ഇന്റർവ്യൂവിന്? അവിടെ ആളില്ലാത്തോണ്ട് ഇന്റർവ്യൂ നടന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുണ്ടാക്കിയില്ലേ? അതെല്ലാം നടന്നതല്ല, എന്റെ ഭാവനയാണല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇന്നത്തെ ഇന്റർവ്യൂവിനെ പറ്റി നിങ്ങളുടെ ചേട്ടൻ ഒരു അറിവുമില്ല, അതല്ലേ സത്യം? ആർക്കിടെക്റ്റിനൊപ്പം നിന്ന് ജോലികൾ ചെയ്യുന്ന സൂപ്പർവൈസർ ആണെങ്കിൽ എന്താ ഇങ്ങനെ ജോലിക്ക് പോകുന്നത് ഞാൻ ചോദിച്ചതല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? അത് ഞാൻ എന്താ പറഞ്ഞേ? നോണ എങ്ങനെയാ മറന്നുപോകും. ചേട്ടൻ വളരെ സിമ്പിളാ, പണിക്കാരുടെ കൂടെ ജോലി ചെയ്യും, അതാണ് ഈ ഡ്രസ് ഇട്ട് പോകുന്നത്. അത് ചേട്ടന്റെ സ്ട്രാറ്റജി ആണെന്നൊക്കെയല്ലേ? ആണോ? ഈ ചേട്ടനെ സൂപ്പർവൈസർ അല്ലാന്ന് ആരാ പറഞ്ഞേ? നിങ്ങളുടെ ചേട്ടൻ എന്താന്ന് ഞാൻ കണ്ടു. സുഭാഷ് ചേട്ടൻ തന്നെ എന്നോട് എല്ലാം പറയുകയും ചെയ്തു. സുഭാഷ് ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം വ്യക്താക്കി തന്നു. ഇനി ന്യായീകരിക്കാനാണോ ഭാവം? എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും നുണ പറയാൻ പറ്റുന്നത്? ഒരു നുണ മറക്കാൻ അടുത്ത നുണ, അത് മറക്കാൻ വേറെ. നിങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞത്? നിങ്ങളുടെ ചേട്ടന്റെ ഡിസൈനിൽ പണിത ഒരു കൊച്ചു സ്വർഗം, ആ കാണുന്ന വീടാണോ? നിങ്ങളുടെ ചേട്ടന്റെ ഡിസൈനിൽ പടുത്തുയർത്തിയ സ്വർഗം, എന്നിട്ട് അത് മറക്കാൻ മറ്റൊരു നുണ. അതൊന്നും ഞാൻ വീടിനെ പറ്റി ചോദിച്ചപ്പോ വെറുതെ. പക്ഷെ നിധി, ഞാൻ ഇപ്പോഴത്തെ വീടിനെ പറ്റി പറഞ്ഞത് നുണയൊന്നുമില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാ. ഈ വല്യച്ഛനും അമ്മയായിട്ടുള്ള കേസിന്റെ കാര്യത്തില് അത് പറഞ്ഞു വരുമ്പോ അതിനിടയിൽ നിങ്ങൾ മറ്റൊരു നുണ പറയും. നിങ്ങളെ പറ്റി ഞാൻ വിചാരിച്ചതൊന്നുമല്ല. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കാം? മനുഷ്യനായ പറയുന്ന വാക്കിനൊരു വില വേണ്ടേ? നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു പുച്ഛം തോന്നില്ലേ? മതി, ഒന്ന് നിർത്ത പ്ലീസ്. ഞാൻ എന്റെ ചേട്ടനൊരു ആർക്കിടെക്ട് ആണെന്ന് പറഞ്ഞത് എവിടെ വെച്ചാ? തക്കലയില് ഇയാളുടെ വീട്ടിൽ വെച്ചല്ലേ? അവിടെ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അതുകൊണ്ട് കാര്യമുണ്ട്. തക്കലയില് വെച്ച് ഞാനത് ഇയാളോട് പറയുമ്പോഴേ ഇയാള് ആരും ഒരാള്, ഞാൻ വേറൊരാള് അല്ലേ? ഓ, പുതിയ എന്തോ ഐഡിയ ആയിട്ട് വരുവാണല്ലോ. അയ്യോ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒരു മനുഷ്യന്റെ തലയിൽ ഇത്രയും കുറ്റങ്ങൾ വെച്ച് കെട്ടിയതല്ലേ, അതിന് മറുപടി പറയാൻ ഒരു അവസരം താ എനിക്ക്. ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവന് പോലും. ദയവ് ചെയ്ത് നിർത്തണം. നിങ്ങൾ ഇതിലും വലിയ ഡയലോഗ് പറയുന്ന എനിക്കറിയാം. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളിന് അവസാനം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ നിധി. ഇനി അതിന്റെ മുകളിൽ പിടിച്ച് തോന്നല്ലേ? ഞാൻ വിശദീകരിക്കാം. അത് കേട്ടിട്ട് ഇയാള് മറുപടി പറഞ്ഞാൽ മതി. ഇയാളെ ഞാൻ ആദ്യം കാണുമ്പോഴേ ഇയാള് എന്റെ കസ്റ്റമറിന്റെ മകള് ആണല്ലോ. ഇയാളും ഞാനും തമ്മിൽ അപ്പൊ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവർ. ആ സമയത്താ ഇയാൾ എന്റെ ഫാമിലിയെ പറ്റി ചോദിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു അന്യസ്ത്രീയാ. നിങ്ങളോട് ഞാൻ എന്തിനാ എന്റെ കുടുംബത്തെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന? ഒരു ഡ്രൈവറായിട്ട് വന്ന ഞാനേ എന്റെ വീടിന്റെ ശരിക്കുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് ഞാനായിട്ട് എന്തിനൊരു അവസരം കൊടുക്കുന്നത്? അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറെ കേട്ടി പറഞ്ഞു, അത്രേ ഉള്ളൂ നിധി. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്നോ, അതായത് ഒരു കള്ള കല്യാണം നടക്കുന്നോ, അല്ലെങ്കിൽ കുറച്ചുനാൾ ഇയാൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നോ എനിക്ക് അറിയായിരുന്നോ? എന്റെ കാറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് കയറാറുള്ളതാ. അവര് ഇതേപോലെ പലപ്പോഴും എന്റെ അടുത്ത് കുടുംബത്തെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ പറയും. ചിലപ്പോ ആ സമയത്ത് ഞാൻ കണ്ട സിനിമയിലെ നായകന് വീട്ടുകാരായിരിക്കും എന്റെ മനസ്സില്. അപ്പൊ അതങ്ങ് തട്ടിവിടും. ഇപ്പൊ ഇയാളൊരു കാറിൽ പോകണമെന്ന് വിചാരിക്കുക. അതിന്റെ ഓണറോ അല്ലെങ്കിൽ ഡ്രൈവറോ ഇയാളുടെ കുടുംബത്തെ പറ്റി ചോദിച്ചു. അയാളെ വിശ്വസിച്ച് ഉള്ള സത്യം മുഴുവൻ ഇയാൾ പറയൂ? പറ സത്യം പറയൂന്ന്. ഇല്ല, ഒരു പരിചയമില്ലാത്ത പുതിയൊരാളോട് എന്തിനാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്നതെന്ന് ആലോചിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞതും. ജോലി തീർന്ന് തിരിച്ചു പോരേണ്ട ഒരാൾ മാത്രമാണ് ഞാൻ. നിങ്ങളൊക്കെ പിന്നെ ജീവിതത്തിൽ തന്നെ കാണില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാള്. പിന്നെ ഞാൻ എന്തിനു സത്യം പറയണം? പക്ഷെ എന്റെ തലവര അത് കാരണം ഇങ്ങനെ ഒരു കള്ള കല്യാണം കഴിച്ച് ഇയാൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഒരു അവസ്ഥയായി പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ നുണ പറയില്ലായിരുന്നു. എനിക്ക് അറിയാത്ത ആളോട് എന്തിനാ സത്യം പറയണമെന്ന് കരുതി മാത്രമാണ് ഇത് ഞാൻ നുണ പറഞ്ഞത്. എന്റെ അമ്മ സത്യം, എന്നെ വിശ്വസിക്കും. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ? ശരി, ഇനി നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ സമ്മതിക്കാം. എന്നെ അറിയാത്തോണ്ടല്ലേ നിങ്ങൾ നുണ പറഞ്ഞത്? അതാണ് കാര്യം. ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ കണ്ടോണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും നിങ്ങൾ സത്യം പറഞ്ഞില്ലല്ലോ. എപ്പോ ചോദിച്ചാലും പുതിയ പുതിയ നുണകളല്ല അടിച്ചു വിട്ടോണ്ടിരുന്നത്. അപ്പോഴെങ്കിലും സത്യം പറയാറുന്നില്ലേ?
അപ്പൊ സത്യം പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞ നുണ ശരിയാവോ? ഇല്ലല്ലോ. ആക്ച്വലി വീട്ടിൽ വെച്ച് സുഭാഷ് ഏട്ടൻ ആർക്കിടെക്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം പോലും എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം ആരും നമ്മളോട് ജെനുവിൻ ആവണമെന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ മാത്രം ജെനുവിൻ ആവണം എന്തിനാന്ന് ഞാൻ കരുതി. ഞാൻ പൊതുവെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുമില്ല. ഇനിയിപ്പോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാറുമില്ല. അത് സമ്മതിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ടാവില്ല. പക്ഷെ ചോദിക്കുമ്പോ സത്യം പറയാലോ. അപ്പൊ വീണ്ടും സൂപ്പർവൈസറാക്കി മാറ്റിയതിനാ? അത് പെട്ടെന്ന് നാവില് വന്നത് അതാ, വേറൊന്നുമല്ല. ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ഒരാളെ പെട്ടെന്ന് മേസ്ത്രിയാണെന്ന് തിരുത്തി കഴിഞ്ഞാൽ അത്ര വലിയൊരു നുണ പറഞ്ഞവനാണല്ലോ ഞാനെന്ന് വിചാരിച്ചല്ലോ എന്ന് കരുതിയിട്ടാ അതിന്റെ ഇടയിലൊരു സ്ഥലത്ത് ഞാൻ പ്ലേസ് ചെയ്ത്. എത്ര നാളിങ്ങനെ മൂടി വെക്കാൻ പറ്റും? ഒരു ദിവസം എന്തായാലും അറിഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ അതങ്ങനെയല്ല. ശരിക്കും ഇയാളോട് എല്ലാ സത്യം തുറന്നു പറയണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ഇയാൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെ സത്യം പറയണമെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയണെന്തിന്റെ പ്രിപ്പറേഷൻ? അത് വേണ്ട നുണ പറയാനല്ലേ? അതല്ല നിധി, ഏതായാലും ഞാൻ നുണ പറഞ്ഞു പോയില്ലേ. അത് പെട്ടെന്ന് ഇങ്ങനെ സത്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ലല്ലോ നിധി. അതാ ഞാൻ. ഈശ്വരോ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാ? അത് ആ സമയത്ത് ചെറിയൊരു നുണ പറഞ്ഞുപോയി. പക്ഷെ പിന്നീട് സത്യം പറയുമ്പോ അത് നിധി എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, ഇയാളാണെങ്കിൽ പല കാര്യങ്ങളിലും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഈ സത്യം കൂടി പറഞ്ഞ് ടെൻഷൻ കൂട്ടണ്ടെന്ന് കരുതി. ഒരു വലിയ നുണയന്റെ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് ഇയാൾക്ക് തോന്നിയല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ സത്യം പറയാതിരുന്നു. അതോടുകൂടി ഇയാൾക്ക് എല്ലാവരോടുള്ള വിശ്വാസം പോവും. എന്നെ വീട്ടുകാരെയും അവിശ്വസിക്കും. ആ അവസ്ഥയിൽ ഇയാൾ എത്തരുതെന്ന് കരുതി മാത്രം ഇയാളോട് നുണ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. നീതി അതൊന്നും മനസ്സിലാക്കും. സത്യമായിട്ടും വേറെ ഒരു ഇന്റൻഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ നിമിഷം ഞാൻ സത്യം പറയാം, എന്റെ ചേട്ടൻ മേസ്ത്രി തന്നെ. പക്ഷെ ഇവിടെ ഉള്ള ഏത് ആർക്കിടെക്ടിനെ ആളിവിടെ ഒരു നുണ മറക്കാൻ 1000 നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിധി ഓലെ നിക്ക് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, ഞാൻ ഇയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിക്കേ, എത്ര നേരം എന്റെ കൂടെ ചെലവഴിച്ചു എന്ന് ആലോചിക്കേ. അപ്പൊ നിധിക്ക് മനസ്സിലാവും ഞാൻ എത്ര നല്ലവനാണ്. കേവലം ഒരു നുണ വെച്ച് എന്നെ ജഡ്ജ് ചെയ്യല്ലേ പ്ലീസ്. ഇനി നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിധി വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന്. ഒരു നുണ പൊളിഞ്ഞപ്പോ ഇങ്ങനെ. അപ്പൊ എല്ലാം അറിഞ്ഞ എന്റെ ദൈവമേ, ഞാൻ പെട്ടോ. നികേഷ്, ഈ ചായ കൊണ്ടുപോയി ഏട്ടത്തി കൊടുക്ക്. അത് ഏട്ടത്തി ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? രാവിലെ ഇന്റർവ്യൂവിന് പോയിട്ട് ഇതുവരായിട്ട് വന്നില്ലേ? ഇന്റർവ്യൂ നടന്നില്ല ഏട്ടാ, അവിടെ ആളില്ലായിരുന്നു. ഉച്ചയായപ്പോ സുഭാഷ് ഏട്ടൻ വന്നു. എന്തോ ഏട്ടനോട് സംസാരിക്കുന്നത് കണ്ടു. പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. സുഭാഷ് ഏട്ടൻ വന്നല്ലോ. ഏട്ടത്തി വന്നില്ലേ? ഏട്ടത്തി ഇവിടെ പോയി. എന്താടാ നിധി കൊണ്ട് വന്നില്ലേ? സുഭാഷ് ഏട്ടൻ ഇവിടെ വന്നത്. എടാ, ഞാനിന്റെ സൈറ്റിൽ കൊണ്ടുപോയതാ. പക്ഷെ അവിടെ നിന്ന് നേരത്തെ പോന്നല്ലോ. ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ സുഭാഷ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, സുഭാഷ് ഏട്ടൻ എന്തിനാ ഏട്ടത്തി സൈറ്റിൽ കൊണ്ടുപോയത്? എടാ, അതെ, എന്റെ ജോലി എന്താണെന്ന് അവളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെ എന്ന് കരുതിയിട്ടാ. സുധീഷ് അവളോട് ഞാൻ സൂപ്പർവൈസർ ആണെന്നും എനിക്ക് കുറെ കമ്പനികളുമായിട്ട് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുക. ഇന്നത്തെ ഇന്റർവ്യൂ തന്നെ ഞാൻ പറഞ്ഞിട്ടാ നിധി വിളിച്ചെന്നാ അവൻ തട്ടിവിട്ടിരിക്കുന്നത്. എടാ, ശരിക്കും അങ്ങനെ ഒരു ഇന്റർവ്യൂ പോലും ഇല്ലായിരുന്നേ. അവൻ അവളോട് നുണ പറഞ്ഞ് വെറുതെ കൊണ്ടുപോയതാ. ഇയാൾ എന്ത് വേണമെന്നറിയോ? ഇനി എന്നാണ് ആ ഇന്റർവ്യൂ നടക്കുന്നതെന്ന് നിധി ചോദിച്ചപ്പോ അവളോട് സത്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു. സുധീഷ് ഏട്ടൻ എന്ത് ഇങ്ങനെ എത്ര നുണയാ പറഞ്ഞിരിക്കണമെന്നറിയോ? എടാ, നിനക്കറിയാലോ, സുധീഷിനെ പോലെ എനിക്ക് നുണ പറഞ്ഞ് നിൽക്കാൻ അറിയില്ല. അവൾ വീണ്ടും വീണ്ടും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? സുഭാഷ് ഏട്ടൻ ചെയ്ത് നന്നായി. സുധീഷ് ഏട്ടൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേരുടെ കാര്യം. അതിനുവേണ്ടി നമ്മളെല്ലാരും കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അത് തെറ്റാ. നാളെ ഏടത്ത് ഇതല്ല അറിയുമ്പോ നിങ്ങൾ എന്തിനാ സുധീഷിന്റെ കൂടെ കൂടിയ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? എടാ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതും. അവിടുന്ന് പോരുമ്പോ ഏട്ടത്തിന്റെ പറഞ്ഞിരുന്നോ? ഇല്ല. എടാ, ഞാൻ കരുതി നേരെ ഇങ്ങോട്ട് ഒന്നുന്നാ. ഇനിയിപ്പോ സുധീഷ് ഏട്ടന്റെ അടുത്ത് പോയി കാണൂ. അതിനൊരു സാധ്യതയുണ്ട്. ആ സമയത്തെ ദേഷ്യത്തിന് നേരിട്ട് കാണാൻ പോയിണ്ടാവും. നമുക്കൊന്ന് വിളിച്ചു നോക്കലേട്ടാ. ഞാൻ വിളിക്കാം. ഹലോ, എടാ, ഞാനാടാ. മനസ്സിലായി. അതെ, നിധി നിന്റെ അടുത്തേക്ക് വന്നിരുന്നോ? കണ്ടിരുന്നു. എന്തേ? അല്ല, അവള് ഒരു വീട്ടിലെത്തിയിട്ടില്ല. നിന്റെ കൂടെ ഉണ്ടാവുന്ന കരുതി. വീട്ടിൽ വന്നില്ലേ? അല്ല, എന്നെ കണ്ടത് ഉച്ചയ്ക്കാണല്ലോ. എടാ, അപ്പൊ പിന്നെ എവിടെ പോയി? ഈശ്വര, എവിടെ പോയി? ഹലോ, എടാ സുധീഷ്. ഹലോ. അല്ല, ചേട്ടാ ഫോൺ വെച്ചോ, ഞാൻ അന്വേഷിക്കട്ടെ. എടാ, ഞാൻ വരാം. വേണ്ട. എന്താ പറഞ്ഞേ? അവൻ കട്ട് ചെയ്തു. നിധി, എന്തിനാ താൻ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ കരുതിയത് താൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്നു. അവിടെ എല്ലാവരും തന്നെ കാണുന്നത് ടെൻഷൻ അടിച്ചിരിക്കുക. നിധി, ഞാൻ തന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് താൻ കേൾക്കുന്നില്ലേ? നിധി, ദയവ് ചെയ്ത് വീട്ടിലേക്ക് വാ. നിധി, വീട്ടിലേക്ക് ഇയാൾ എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞ് ഞാൻ പേടിച്ചു പോയിന്നേ. എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചെന്നറിയൂ. ടെൻഷൻ അടിച്ച് ചത്തുപോകുന്നുള്ളൊരു നിലയിലായിരുന്നു ഞാൻ. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴൊരു ആശ്വാസമായത്. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയല്ലേ? നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾക്ക് ഒരു കുഴപ്പം സംഭവിക്കരുത്. എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല അല്ലെ? നിധി, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. അത് ഇയാളുടെ വീട്ടിലും ചെന്നിട്ടില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോ ഞാൻ പേടിച്ചു പോയെന്നാ പറഞ്ഞ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ നുണ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്ര നാൾ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു. എങ്ങനെ ഞാൻ വീട്ടിൽ പോയി സ്വസ്ഥായിട്ടിരിക്കുക? ഇതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് വീണ്ടും അതെന്നെ ചോദിച്ചാൽ എങ്ങനെയാ? പച്ച കള്ളം പറഞ്ഞിട്ട് അതിനുള്ള കാരണം പറഞ്ഞ എല്ലാം ശരിയാവുന്നാണോ? എടോ, ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ മാപ്പ് പറയാം. മതിയോ? ഐ എം സോറി. ഐ എം റിയലി സോറി. സത്യമായിട്ട് വേറെ എന്ത് വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഞാൻ ചെയ്തത് തെറ്റാ. സമ്മതിക്കുന്നു. സോറി. ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് മതിയാവുന്നാണോ? വീടിനെ പറ്റി നിങ്ങളുടെ ചേട്ടനെ പറ്റിയും പറഞ്ഞ കള്ളത്തിന് നിങ്ങൾ ഒരു കാരണം കണ്ടെത്തി. ശരി, പക്ഷെ എന്റെ ജോലിക്കാര്യത്തിന് നിങ്ങൾ ഇതിനെ കള്ളം പറഞ്ഞേ. ആ ജോലി എനിക്ക് എത്രമാത്രം വലുതെന്ന് നിങ്ങൾക്ക് അറിയാം. വീട്ടിൽ നിന്ന് പോയി ആ കമ്പനിയുടെ മുന്നിൽ നിന്നപ്പോഴെങ്കിലും അത് നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ലേ? അയ്യോ നിധി, ഇന്റർവ്യൂ നടക്കുന്ന കാര്യം സത്യം തന്നെയായിരുന്നു. മതി, ഇനി ഈ നോണ എനിക്ക് കേൾക്കണ്ട. സുഭാഷ് ഇക്കാര്യത്തിൽ ഒരു അറിവില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. നിധി, ഇയാള് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ.
സത്യമായിട്ടും സുഭാഷ് ചേട്ടനാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഞാൻ നുണ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്റർവ്യൂ നടക്കുന്ന കാര്യം സത്യമായിരുന്നു. അത് എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയാ. ഇയാൾക്ക് വേണ്ടി ഞാനാ അത് സംസാരിച്ചും ഇന്റർവ്യൂ ശരിയാക്കിയത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ? നിധി, സത്യമാണ് നിധി. ശരി, നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് നിങ്ങൾ അറേഞ്ച് ചെയ്താണെങ്കിൽ എന്തിന് നിങ്ങളുടെ ചേട്ടന്റെ പേര് യൂസ് ചെയ്യണം? അത് ആ പറ. സുഭാഷ് ചേട്ടൻ ഒരു ഗമയായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. സുഭാഷ് ചേട്ടൻ സൂപ്പർവൈസർ ആണെന്ന് വിശ്വസിച്ച് ഇയാള് ജോലിയെ കുറിച്ച് പറയാറുന്നല്ലേ. അപ്പോ സുഭാഷ് ചേട്ടൻ ഏർപ്പാടാക്കിയതാണെന്ന് പറഞ്ഞ ആ കമ്പനിയിൽ ഒരു വിശ്വാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഇയാൾക്ക് സുഭാഷ് ചേട്ടനോടൊരു മതിപ്പ് തോന്നില്ലേ? എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആലോചിച്ചുറപ്പിച്ച് ഒരാൾക്ക് നുണ പറയാൻ പറ്റുമോ? നിങ്ങളൊരു പേരും തൊള്ളന. നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് നിധി. സത്യമായിട്ടും ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി തരണമെന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അവനോട് പറഞ്ഞ അവിടെയാണ് ഇന്റർവ്യൂവിന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. സത്യത്തിൽ അത് നടക്കേണ്ടതുമായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്ന നേരത്തെ ഇന്റർവ്യൂ നടത്തേണ്ടത് അവന്റെ അച്ഛനാണെന്നും ആൾ അവിടെ ഇല്ലാന്ന് അവൻ പറയുന്നത്. ഇനി വേറൊരു ദിവസം ഇന്റർവ്യൂ ചെയ്യാൻ അവൻ പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക. വലിയ ആളായിട്ട് തിരിച്ചു ചെല്ലുമെന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് വന്ന ആളല്ലേ താൻ. എടോ, അതിനു വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്ത. നിധി, ഇന്റർവ്യൂവിന്റെ കാര്യത്തില് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഉറപ്പായും ഇതേ ഇന്റർവ്യൂ വീണ്ടും നടക്കും. ഇനി നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഞാൻ വിശ്വസിക്കില്ല. അയ്യോ നിധി, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാം. അയാളെ അപ്പൊ എന്താ സംസാരിക്കുന്നതെന്ന് നിധിക്ക് കേൾക്കാലോ. ഓഹോ, വരുമ്പോ അതും അറേഞ്ച് ചെയ്ത് വെച്ചോ? ഞാൻ ഫോണിൽ വിളിക്കുമ്പോ അവളെ വിശ്വസിക്കുന്ന പോലെ സംസാരിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലേ? നിധി പ്ലീസ്, ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കരുത് നിധി. എടോ, ഇന്റർവ്യൂ ശരിക്കും ഉണ്ടായിരുന്നു. അത് അവൻ തന്നെ പറയുന്നത് താൻ കേട്ടോ. പറടാ. എടാ ഒരു മിനിറ്റ്. എടാ, ഇന്ന് നിധിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഇന്റർവ്യൂ സത്യം തന്നെയല്ലടാ. ഏത് നിധി? എടാ എന്റെ വൈഫ്. ഞാനൊരു ജോലിക്കാരും പറഞ്ഞായിരുന്നില്ലേ. എടോ, അവന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. ഇനി അതിന്റെ പേരിൽ ദേഷ്യപ്പെടല്ലേ പ്ലീസ്. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഫേക്ക് ഇന്റർവ്യൂ അല്ലെ? ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഏട്ടത്തെ എവിടെയും പോവില്ല. ഇങ്ങനെ ഒരു പെരുന്നുണയെന്നാണല്ലോ കല്യാണം കഴിച്ചെന്നോർത്തപ്പോ വിഷമം തോന്നിണ്ടാവും. നിങ്ങളുടെ അമ്മ അച്ഛൻ കൊന്നതാണോ? എന്നിട്ടാണോ അച്ഛൻ ജയിലിൽ പോയത്? എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിച്ചേ തീരുമെന്ന് നീ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്തു.